ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് മെസ്സേജ്, അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്കായിട്ട് എന്ത് മെസ്സേജാണ് തരുവാൻ ആഗ്രഹിക്കുന്നത് എന്ന് നോക്കാനാണ്. അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഫസ്റ്റ് മെസ്സേജ് വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് ഇവരെ ഒറ്റയ്ക്ക് വിടുവാനാണ്. അതായത് നിങ്ങളൊന്ന് ഇവരെ ഒന്ന് സംസാരിക്കാതെ ഇവരെ കുറച്ച് സമയത്തേക്ക് ഇവർക്ക് ഒറ്റയ്ക്ക് ഒരു ലോകത്തിരിക്കണം. അവർക്ക് അവരുടേതായ ഒരു സ്പേസ് വേണം. അപ്പോൾ നിങ്ങൾ അവരെ ആവശ്യമില്ലാതെ ശല്യം ചെയ്യാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് അവർ പറയുകയാണ്, എനിക്ക് എൻ്റേതായ ഒരു സ്പേസ് വേണം, നിങ്ങൾ എന്നെ ശല്യപ്പെടുത്തരുത് എന്ന്. ചിലപ്പോൾ നിങ്ങൾ ഇവരോട് എന്തെങ്കിലും മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ ഇവർ നിങ്ങളോട് പറയും, അതായത് എനിക്കിപ്പോൾ സംസാരിക്കാൻ താല്പര്യമില്ല, കുറച്ച് കഴിഞ്ഞ് ഞാൻ നിങ്ങളോട് സംസാരിക്കാമെന്ന് ചിലപ്പോൾ നിങ്ങളോട് പറയുന്നതായിട്ടുള്ള ആ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു. അതായത് ഇവർ ഡയറക്റ്റ്ലി നിങ്ങളെ ഇഗ്നോർ ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ എന്തുകൊണ്ടാണ് ഇവർ ഇഗ്നോർ ചെയ്യുന്നത് എന്നതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ ഇവർ ഒറ്റയ്ക്ക് ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഭയങ്കരമായിട്ടോ എന്തോ ഒന്നിനെ കുറിച്ചോ ചിന്തിക്കുകയും ചെയ്യുന്നു. സ്വയം ഇവരുടെ എനർജി എന്താണെന്ന് അറിയുവാൻ ശ്രമിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവർ സ്വയം ഇവരോട് തന്നെ ചോദിക്കുവാൻ ആഗ്രഹിക്കുകയാണ്, അതായത് ഇനി ഏത് ദിശയിലോട്ടാണ് ഇവർക്ക് പോകേണ്ടത് എന്ന്. അതായത് നിങ്ങളുടെ കൂടെ മുന്നോട്ട് പോകുന്നതാണോ ശരി, അല്ല എങ്കിൽ നിങ്ങളുടെ വിട്ട് അവരുടെ കുടുംബത്തിൻ്റെ കൂടെ മുന്നോട്ട് പോകുന്നതാണോ ശരിയെന്ന് ഉള്ള കാര്യത്തിൽ ഒരു കൺഫ്യൂഷനിലാണിവർ. ഇവിടെ ഞാൻ അത് തന്നെ ചെയ്യുന്നതാണ്. അതായത് എൻ്റെ ഇൻറ്റ്യൂഷൻ എന്താണോ എന്നോട് പറയുന്നത് ഞാൻ അതായിരിക്കും ചെയ്യുന്നത് എന്നുള്ള ആ ഒരു വൈബ്രേഷനിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. അതായത് ഇവരുടെ സോളിൻ്റെ ആ വാക്ക് എന്താണോ അത് കേൾക്കുന്നതായിട്ടുള്ള ആ ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവർ സൈലൻറ്റ് സോണിലിരുന്ന് അവരുടെ സോൾ എന്താണോ അവരോട് പറയുന്നത് അത് കേൾക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ചില ആൾക്കാരുടെ പേഴ്സൺ എന്ന് പറയുന്നത് എന്തെങ്കിലും കാര്യം നിങ്ങളോട് പറയുവാനുണ്ട് എങ്കിൽ ഡയറക്റ്റ്ലി അവർ നിങ്ങളോട് പറയുന്നില്ല, നിങ്ങളായിട്ട് വെയിറ്റ് ചെയ്യിപ്പിക്കുന്നു. അങ്ങനെ ഒരു വൈബ്രേഷനിലാണ് ചില ആൾക്കാരുടെ പേഴ്സൺ ഉള്ളത്. ഇനി ഇവരുടെ ലൈഫിൽ, അതായത് ചില ആൾക്കാരുടെ പേഴ്സണിൻ്റെ ലൈഫിൽ ഏതോ ഒരു മഹിളയുണ്ട്. ആ ഒരു മഹിള ഉള്ളത് കാരണം ഇവർക്ക് നിങ്ങളോട് ഫോൺ ചെയ്യാനും നിങ്ങളോട് സംസാരിക്കുവാനും പേടിയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ഇവരുടെ ലൈഫിൽ ഒരു ഡൊമിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ഉണ്ട്. ആ ഒരു പേഴ്സൺ കാരണം ഫോൺ എടുത്ത് നിങ്ങളെ കോൾ ചെയ്യാൻ പോലും അവർക്ക് പേടിയാണ്. ഇവിടെ മാരീഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലാണ് നിങ്ങളുടെ പേഴ്സൺ എങ്കിൽ ചിലപ്പോൾ അത് അവരുടെ ഭാര്യയായിരിക്കാം. ഇനി അൺമാരീഡ് ആയിട്ടുള്ള ആളാണ് നിങ്ങളുടെ പേഴ്സണെങ്കിൽ ചിലപ്പോൾ നിങ്ങളും ഇവരും തമ്മിലുള്ള ബന്ധം ഇവരുടെ വീട്ടിൽ അറിഞ്ഞു കാണും. അപ്പോൾ അമ്മയും അച്ഛനും ഭയങ്കരമായിട്ട് പ്രശ്നമുണ്ടാക്കുന്നതായിരിക്കാം. അല്ല എങ്കിൽ സഹോദരിയോ അല്ലെങ്കിൽ സഹോദരൻ്റെ ഭാര്യയോ എന്തോ ഒരു ഫീമെയിൽ എനർജി ഭയങ്കരമായിട്ട് പ്രശ്നമുണ്ടാകുന്നു. അവർ കാരണം ഇവർക്ക് നിങ്ങളെ കോൾ ചെയ്യാനോ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഈ ഒരു ഫീമെയിൽ എനർജിയുടെ ആ ഒരു കൺട്രോൾ കാരണം ഇവർ ഭയങ്കരമായിട്ട് ഇവരെ കൺട്രോൾ ചെയ്യുന്നു, ഡൊമിനേറ്റ് ചെയ്യുന്നു. അത് കാരണം നിങ്ങളുടെ പേഴ്സൺ ഭയങ്കര ഡിസ്റ്റർബായിട്ടിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇവരുടെ വർക്ക് പ്രഷർ ഭയങ്കരമായിട്ട് ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ജോലിയുടെ പ്രഷർ അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് ഇവർക്ക് ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ഇവരുടെ ഉള്ളിൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്, അതെല്ലാം നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ശരിയായ ഒരു സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് നിങ്ങളുടെ പേഴ്സൺ. ഇവിടെ ഇവരുടെ ഉള്ളിൽ ഒത്തിരി കാര്യങ്ങളുണ്ട് നിങ്ങളോട് പറയുവാനായിട്ട്. പക്ഷെ ഒരു ശരിയായ സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഇതെല്ലാം നിങ്ങളോട് പറയുവാൻ വേണ്ടി. നിങ്ങളുടെ പേഴ്സൺ കരിയർ റിലേറ്റഡ് ആയിട്ട് ഒരു ഗുഡ് ന്യൂസ് നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. നെക്സ്റ്റ് മെസ്സേജ്, ഇവരുടെ ഫാമിലി സീക്രട്ടായിട്ട് ഇവരെക്കുറിച്ച് എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരെന്താണ് പ്ലാൻ ചെയ്യുന്നതെന്ന് നിങ്ങളുടെ പേഴ്സണ് മനസ്സിലായി എവിടെ നിന്നോ. ചിലപ്പോൾ ഇവർ അറിയാതെ ഇവരുടെ മാരേജ് എവിടെയെങ്കിലും ഫിക്സ് ചെയ്യുവാൻ നോക്കുന്നതായിരിക്കാം. ചിലപ്പോൾ ഇവിടെ നല്ല കാര്യങ്ങളും വരാൻ സാധ്യതയുണ്ട്. അതായത് ഇവരുടെ ഫാമിലി ഇവർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ഓക്കെ ആക്കി, അതായത് നിങ്ങളുമായിട്ടുള്ള മാരേജിന് ഇവർ ഓക്കെയാണ് എന്നുള്ള രീതിയിൽ ഇവർ നിങ്ങളുടെ പേഴ്സൻ്റെ ബന്ധുക്കളോട് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടാകാം. നിങ്ങളുടെ പേഴ്സണോട് ഇവർ സീക്രട്ടായിട്ട് വച്ചിട്ടുണ്ടാകാം. അപ്പോൾ ആ ഒരു ബന്ധു മുഖേന നിങ്ങളുടെ പേഴ്സൺ അറിഞ്ഞു കാണും ഇവർ എല്ലാം ഓക്കെയാണ്, ഇവരുടെ ഭാഗത്തുനിന്ന് ഒരു കുഴപ്പവുമില്ല എന്ന്. അപ്പോൾ ആ രീതിയിലുള്ള ഗുഡ് ന്യൂസും നിങ്ങൾക്ക് ചിലപ്പോൾ റിസീവ് ആകാനുള്ള ചാൻസ് ഉണ്ട് നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്ന്.
ഇവിടെ ചില ആൾക്കാരുടെ പേഴ്സൺ അവരുടെ ഫ്രണ്ടോ അല്ലെങ്കിൽ അവരുടെ സിസ്റ്ററോ ബ്രദറോ അല്ലെങ്കിൽ അവരുടെ ഫാമിലി അച്ഛനോ അമ്മയോ എന്തെങ്കിലും ഒരു സെലിബ്രേഷൻ അവർക്ക് കൊടുക്കുന്നതായിട്ട്, എന്തെങ്കിലും ഒരു ഗുഡ് ന്യൂസ് അവർക്ക് കൊടുക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളോട് ഇവർ പറയുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഒരു പക്ഷേ പബ്ലിക് ഇമേജ് ആണ് എങ്കിൽ, അതായത് ഇവരുടെ വീട്ടിൽ എന്ത് സംഭവം നടന്നാലും എല്ലാവരും അറിയും, അങ്ങനെയുള്ള ഒരു പബ്ലിക് ഇമേജ് ആണ് എങ്കിൽ നിങ്ങൾ കാരണം ഇവരുടെ സഹോദരനോ സഹോദരിക്കോ എന്തെങ്കിലും മോശം വരണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നില്ല, ഇവരുടെ അച്ഛനും അമ്മയ്ക്കും എന്തെങ്കിലും മോശം വരണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു നിങ്ങളുടെ പേഴ്സൺ. ഇവിടെ ചില ആൾക്കാരുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു മെസ്സേജ് റിസീവ് ആകുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഹാർട്ട് ബ്രേക്ക് ഉണ്ടാകും. അതായത് നിങ്ങളുടെ പേഴ്സൺ ഓൾറെഡി മാരീഡ് ആണ് എങ്കിൽ അവർ പറയും എൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആണ് എന്ന്. ഇല്ല എങ്കിൽ അവർ പറയും എൻ്റെ വൈഫ് എന്നെ നല്ല രീതിയിൽ കെയർ ചെയ്യുന്നു, എന്നെ നല്ല രീതിയിൽ സ്നേഹിക്കുന്നു, ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നു. ഇതെല്ലാം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് വിഷമമാകുന്നു. അങ്ങനെയുള്ള വൈബ്രേഷൻ. ഇനി നിങ്ങളുടെ പേഴ്സൺ ജോബ്ലെസ് ആണ് എങ്കിൽ അവർക്ക് എന്തെങ്കിലും ജോലി ലഭിച്ചതായിട്ടുള്ള ആ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു. ഇവിടെ ഇവർ ഫുള്ളി ഇൻഡിപെൻഡൻ്റ് ആണ്, കാരണം ഇവർക്ക് ജോബ് കിട്ടിയല്ലോ, അപ്പോൾ അതിൻ്റെ ആ ഒരു സന്തോഷമാണ് ഇവർക്കുള്ളത്. അതായത് ഇനി ആരുടെ മേലും ഇവർ കോഡിപ്പെൻഡൻ്റ് അല്ല, ഇവർക്ക് ഇവരുടെ ലൈഫിലെ എന്ത് ഡിസിഷൻ ആയാലും ഇവർക്ക് സ്വന്തമായിട്ട് എടുക്കുവാൻ സാധിക്കും എന്നുള്ള ആ ഒരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്, ജോലി ലഭിച്ചത് കൊണ്ട്. ഇനി ഇവർ ഗവൺമെൻറ് ജോലി തേടുന്നവരാണ് എങ്കിൽ ഇവർക്ക് ചിലപ്പോൾ നിങ്ങൾക്കൂടെ സമയം സ്പെൻഡ് ചെയ്യാൻ ടൈം ഉണ്ടാവത്തില്ല. അപ്പോൾ ഇവർ പറയുന്നത് എന്തെങ്കിലും ഒരു കാര്യം ലൈഫിൽ അച്ചീവ് ചെയ്തിട്ട് ലവ് ലൈഫിനെ കുറിച്ച് ചിന്തിക്കാമെന്നായിരിക്കും. അങ്ങനെ ഒരു മെസ്സേജ് ഇവിടെ കാണാൻ സാധിക്കുന്നു. നെക്സ്റ്റ് മെസ്സേജ് നിങ്ങളോട് ഇവർ പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ മൂവ് ഓൺ ചെയ്യാൻ, പക്ഷേ ഇവരും മൂവ് ഓൺ ചെയ്യുവാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ഇവർക്ക് മൂവ് ഓൺ ചെയ്യാൻ സാധിക്കുന്നില്ല നിങ്ങളിൽ നിന്ന് എന്നുള്ള മെസ്സേജ് ഇവിടെ കാണാൻ സാധിക്കുന്നു. ഇവരാണ് തീരുമാനമെടുത്തത് നമുക്ക് രണ്ടുപേർക്കും മൂവ് ഓൺ ചെയ്ത് രണ്ടുപേർക്ക് രണ്ട് വഴി പോകാമെന്ന്, പക്ഷേ ഇവരെ കൊണ്ട് സാധിക്കുന്നില്ല, നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ ഇവരെ കൊണ്ട് സാധിക്കുന്നില്ല. ഇവിടെ ഇവർ എത്രത്തോളം നിങ്ങളിൽ നിന്ന് ഇവരെ മാറ്റുവാൻ ശ്രമിക്കുമോ അത്രത്തോളം ഇവർ നിങ്ങളുടെ അടുത്ത് എത്തിക്കൊണ്ടേയിരിക്കുന്നു. ഒരു മാഗ്നറ്റീവായിട്ടുള്ള അട്രാക്ഷൻ നിങ്ങളുടെ മേൽ ഇവർക്കുള്ളതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് എത്ര ഇവർ നിങ്ങളിൽ നിന്ന് അകലുവാൻ ശ്രമിച്ചാലും നിങ്ങളുടെ അടുത്തേക്ക് വരുവാൻ ഇവർക്ക് മനസ്സുകൊണ്ടും ഹൃദയം കൊണ്ടും തോന്നുന്നത്. നെക്സ്റ്റ് മെസ്സേജ് ഇവർ ദേഷ്യപ്പെട്ട് നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാകാം, അത് കാരണം നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടായി കാണും. അപ്പോൾ ഇവർ പറയുകയാണ് ഞാൻ ദേഷ്യപ്പെട്ട് എന്തെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക, അപ്പോഴത്തെ ആ ഒരു ദേഷ്യത്തിൻ്റെ പുറത്ത് ഞാൻ പറഞ്ഞതാണ് എന്ന് ഇവർ നിങ്ങളോട് പറയുകയാണ്. അതായത് നിങ്ങൾ ഇവരെ മനസ്സിലാക്കുക. ചില സമയങ്ങളിൽ ഇവർ ജോലി ടെൻഷൻ കാരണമോ വീട്ടിലെ പ്രശ്നങ്ങൾ കാരണമോ വിഷമിച്ചിരിക്കും. അപ്പോഴായിരിക്കും നിങ്ങൾ എന്തെങ്കിലും കാര്യം പറഞ്ഞ് ഇവരോട് വഴക്കിടാൻ പോകുന്നത്. അപ്പോൾ ഇവർക്ക് ദേഷ്യം വന്ന് ഇവർ എന്തെങ്കിലുമൊക്കെ പറയും, അപ്പോൾ നിങ്ങൾക്ക് വിഷമമാവും. അതുകൊണ്ടാണ് ഇവർ ഇങ്ങനെ പറയുന്നത്, എൻ്റെ അപ്പോഴത്തെ ആ ഒരു ദേഷ്യത്തിൻ്റെ പുറത്ത് പറഞ്ഞതാണ് എന്നുള്ള രീതിയിൽ. ഇവിടെ ഇവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഒത്തിരി ഇമോഷൻസ് ഉണ്ട്. ഇവിടെ നിങ്ങളെ ഇവർ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് മെസ്സേജ് നിങ്ങളുടെ പേഴ്സൻ്റെ. അപ്പോൾ ഇതിൽ ഏതാണോ നിങ്ങൾക്ക് റെസൊനേറ്റ് ആയത് അത് മാത്രം എടുക്കുക, ബാക്കി കളയുക. ഇനിയൊരു പുതിയ റീഡിങ്ങുമേ വരുന്നതുവരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.